നമ്മൾ പുതിയൊരു കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഹൈടെക് കേജ് ആണ്. കാരണം നമുക്ക് പുതിയ നമ്മുടെ കോഴികളെ തന്നെ തിരിച്ചെടുക്കുമ്പോഴായാലും നമുക്ക് കോഴി ഇടാൻ കുറച്ച് സ്ഥല പരിമിതി ഉണ്ടായിരുന്നു. ഇതിൽ നമുക്കൊരു 1 ടൈം 48 കോഴി ഇടാൻ പറ്റും. തീറ്റയിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. മുട്ടയിടുന്ന ഇവിടെ വരും. ഇതിൽ നമ്മൾ ഒരു പൂവിന് ഒരു പെട അല്ലെങ്കിൽ 2 പെട ഒരു പൂവൻ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇപ്പൊ എല്ലാവർക്കും നിപ്പിള് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരുന്നാൽ മതി. ഇവിടെ നിപ്പിൾ സിസ്റ്റം ആണ്. ഇപ്പൊ 360 നിപ്പിളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വെള്ളം താഴെ പായിക്കേണ്ട കപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് വെള്ളം ഇവിടെ വരുവാണെങ്കിൽ ഇതിൽ നിന്ന് കുടിക്കാൻ പറ്റും. ഇതാണൊരു നിപ്പിൾ സിസ്റ്റത്തിന് ഹൈടെക് കേജ്. അപ്പൊ പിന്നെ ഫാസ്റ്റ് ആണെങ്കിൽ താഴെ വീഴും. നമ്മൾ ഒരു അടിയോളം ഒരു 20 സെന്റിമീറ്റർ ഹൈറ്റില് സീലിട്ടിട്ട് അതിനകത്താണ് താഴ്ച വീഴുന്നത്. ഇതിന് ഫുൾ റൗണ്ടിൽ നമ്മൾ ഒരു കട്ട വെച്ചിട്ടുണ്ട്. ആ ഒരു കണക്കിൽ നമ്മൾ സീലിട്ട് വെച്ചേക്കാം. അപ്പൊ ഇത് പതുക്കെ ദ്രവിച്ച് പൊടിഞ്ഞ് അതിലേക്ക് പോകും. പിന്നെ മാക്സിമം വെള്ളം കയറാതെ ഈ ഒരു കാഷ്ടത്തിലേക്ക് ഡയറക്റ്റ് വെള്ളം കയറാത്ത രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതിന് ഫുള്ള് 48 കോഴിക്കൂടെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കുറച്ച് മുട്ടക്കോഴി ഇട്ടിട്ടുണ്ട്. സാഫ വെറൈറ്റി ഉണ്ട്, കുറച്ച് കരിങ്കോഴി ഉണ്ട്. ബാക്കി നമുക്ക് നാടൻ വെറൈറ്റി കോഴികളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാവർക്കും ഈ ഹൈടെക് കേജിൽ എങ്ങനെയാണ് നിപ്പിള് സെറ്റ് ചെയ്യുന്നത് ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കൂടാണ്. ഇങ്ങനെ ഇപ്പൊ ഒരു 4 കോഴിക്ക് ഒരു നിപ്പിള് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 കോഴി അല്ലെങ്കിൽ 3 കോഴിക്ക്. ഇപ്പൊ ഡയറക്റ്റ് ഇപ്പൊ 48 കോഴിക്ക് നമ്മൾ ഒറ്റ ടാങ്കിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് 360 നിപ്പിള് പ്ലസ് കപ്പ് 360 നിപ്പിളാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. 90 അവൈലബിൾ ആണ്. 360 ആണ്. 360 പ്രത്യേകത ഇതിപ്പോ എങ്ങോട്ട് ചരിച്ചു കഴിഞ്ഞാലും വെള്ളം വരും. കണ്ടോ, എങ്ങോട്ട് ചരിച്ചാലും വെള്ളം വരും. മറ്റേതിന് മുകളിലോട്ട് മാത്രമാണ് മൂവ്മെന്റ് ഉള്ളത്. 360 ഇങ്ങനെ അങ്ങനെ എങ്ങോട്ട് ഏത് ഒരു സർക്കുലർ എങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും വെള്ളം വരും. അപ്പൊ അങ്ങനെയാണിത് ഇതിന്റെ വർക്കിംഗ് വരിക. പിന്നെ കുറച്ച് വെള്ളം കളക്ട് ആവും. നമ്മൾ കുടിക്കുന്ന സമയത്ത് കുറച്ച് താഴെ വീഴാതെ കളക്ട് ആവും. പിന്നെ ബാക്കി കോഴികൾ ഇവിടുന്ന് കുടിക്കും. അപ്പൊ ഒട്ടും വെള്ളം താഴെ വീഴില്ല. താഴെ വീണ് കഴിഞ്ഞാൽ സ്മെല്ല് വരും. സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കപ്പും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്.